കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അസാപ്പിൽ വന്ന പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. അതിനു മുൻപ് നിങ്ങൾ കരിയർ വെബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളടുത്ത് എത്തുന്നതാണ്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 2 പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ആൻഡ് ഗ്രാജുവേറ്റ് ഇൻറ്റേൺ അറ്റ് HR ഡിവിഷൻ. മാർച്ച് 4 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. Additional Skill Acquisition Program ASAP Kerala invites online application for the position of Executive and Graduate Intern at HR Division on contract basis. Contract basis job ആണ്. Interested candidates may apply through online mode only by filling the prescribed application form given in the website of ASAP. Application form ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിലൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് അവർ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദ ലിങ്ക് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൽ ബി ആക്റ്റീവ് ഫ്രം 27th February. ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൽ ബി 4th March. മാർച്ച് 4 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. Mode of selection will be through written test and personal interviews or personal interviews alone. Online or offline ആയിരിക്കും മോഡ്, which will be intimated later. ആദ്യം നിങ്ങൾ ഈ തന്നിരിക്കുന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ മെയിൽ ത്രൂ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് അവർ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നു. പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 2 പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ജൂനിയർ എക്സിക്യൂട്ടീവ് HR. കാൻഡിഡേറ്റ് ഷുഡ് possess any degree with a minimum of 1 year of relevant experience in HR. ഡിഗ്രിയാണ് യോഗ്യത ചോദിച്ചിരിക്കുന്നത്. മിനിമം 1 year റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ദോസ് വിത്ത് HR സ്പെഷ്യലൈസേഷൻസ്, എക്സ്പീരിയൻസ് ഇൻ HR ഫങ്ഷൻസ് ആൻഡ് പ്രൊഫിഷ്യൻസി ഇൻ MS Office, എസ്പെഷ്യലി Excel. The selected candidates will be responsible for assisting in various activities of the HR division, including documentation, coordination, employee record management, and administrative support. The consolidated monthly salary for the position is 17,500. 17,500 ആണ് സാലറി പറഞ്ഞിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിസ് ജോബാണ്. ദെൻ സെക്കൻഡ് വൺ ഗ്രാജുവേറ്റ് ഇൻറ്റേൺ ആണ്. Candidates must possess a degree in any discipline with a keen interest in human resources and advanced proficiency in MS Office applications. Particularly, MS Office will be given preference. The selected intern will assist in HR-related activities such as data entry, record maintenance, recruitment support, and general administrative functions. The position carries a consolidated monthly stipend of 12,500. 12,500 ആണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം, ഗൂഗിൾ ഫോം വരുന്നത്. ആദ്യം നിങ്ങളെ നെയിം ഫിൽ ചെയ്യുക. ബ്ലോക്ക് ലെറ്റേഴ്സ് ആയിരിക്കണം. നാഷണാലിറ്റി, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മെയിൽ ID, മൊബൈൽ നമ്പർ, ആക്റ്റീവ് ആയിട്ടുള്ള മെയിൽ ID മൊബൈൽ നമ്പറും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡിസ്ട്രിക്റ്റ് ഓഫ് പെർമനൻറ്റ് റെസിഡൻസ്, ദെൻ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് കൊടുക്കുക. ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് ഗ്രാജുവേഷൻ, ഏതാണ് നിങ്ങൾ സ്ട്രീം, ഗ്രാജുവേഷനിലെ സ്ട്രീം ഏതാണെന്ന് കൊടുക്കുക. പെർസെൻറ്റേജ് ഓഫ് മാർക്സ്, ദെൻ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ദെൻ ഡിക്ലറേഷൻ ടിക്ക് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. താല്പര്യമുള്ളവർ, യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.